गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरा गुरुः परब्रह्मं तस्मै श्रीगुरवे नमः. ഓം ശ്രീ ഗുരവേ നമ. ഓം ശ്രീ ഗുരുഭ്യോ നമ. 2025 ജനുവരി 5 മുതൽ 11 വരെ മലയാള വർഷം 1200 ആണ്ട് ധനു 21 മുതൽ 27 വരെ ഉള്ള വാരഫലമാണ് പറയാൻ പോകുന്നത്. ആദ്യമായി മേടക്കൂറിൻ്റെ ഫലങ്ങളാണ്. അശ്വതി, ഭരണി, കാർത്തിക ആദ്യപാദം എന്നീ നക്ഷത്രങ്ങളാണ് മേടക്കൂറിലുള്ളത്. ഇവർക്ക് ധനസ്ഥാനത്ത് വ്യാഴവും സുഖസ്ഥാനത്ത് കുജനും ഭാഗ്യസ്ഥാനത്ത് ബുധനും രവിയും ലാഭസ്ഥാനത്ത് ശനിയും ശുക്രനും സഞ്ചരിക്കുന്ന സമയമാണ്. ശാരീരിക സുഖാനുഭവങ്ങൾ ലഭിക്കും. പണച്ചെലവിന് സാധ്യത കാണുന്നു. അഭിമാനക്ഷതം സംഭവിച്ചേക്കാം. ഗൃഹവാഹനാദികൾക്കായി വ്യയം ചെയ്യേണ്ടതായി വരും. കുടുംബസുഖമുണ്ടാവും. ഭാഗ്യക്കുറവ് അനുഭവപ്പെടും. സുഗന്ധദ്രവ്യ ലാഭവും സുഖഭോജനവും ഉണ്ടാകും. ശത്രുക്കളുമായി രമ്യതയിലെത്തും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശ്രീകൃഷ്ണപ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തതായി ഇടവക്കൂറിൻ്റെ ഫലങ്ങളാണ്. കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരം ആദ്യത്തെ പകുതി എന്നിവയാണ് ഇടവക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ വ്യാഴവും സഹോദരസ്ഥാനത്ത് കുജനും അഷ്ടമത്തിൽ രവിയും ബുധനും കർമ്മസ്ഥാനത്ത് ശനിയും ശുക്രനും സഞ്ചരിക്കുന്ന സമയമാണ്. ധനസ്ഥിതി മെച്ചമായിരിക്കുകയില്ല. ഇളയ സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസത്തിനോ കലഹത്തിനോ സാധ്യതയുണ്ട്. സർക്കാരിൽ നിന്ന് ദുരനുഭവങ്ങൾക്ക് സാധ്യത. സന്താന ഗുണം വർദ്ധിക്കും. കാര്യവിജയം ഉണ്ടാകും. കർമ്മരംഗത്ത് അസ്വസ്ഥതകൾ ഉടലെടുക്കും. കലഹങ്ങൾക്ക് സാധ്യത. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി, ഗണപതി പ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മിഥുനക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകയിരം അവസാനത്തെ പകുതി, തിരുവാതിര, പുണർത്തം മുക്കാൽ എന്നിവയാണ് മിഥുനക്കൂറിലുള്ളത്. ഇവർക്ക് ധനസ്ഥാനത്ത് കുജനും കളത്രസ്ഥാനത്ത് ബുധനും രവിയും ഭാഗ്യസ്ഥാനത്ത് ശനിയും ശുക്രനും വ്യയസ്ഥാനത്ത് വ്യാഴവും സഞ്ചരിക്കുന്ന സമയമാണ്. ധനസ്ഥിതി മെച്ചമായിരിക്കുകയില്ല. വിലപിടിപ്പുള്ള വസ്തുക്കൾ കൈമോശം വരാതെ ശ്രദ്ധിക്കുക. സ്വജനങ്ങളുടെ വിരോധം നേരിടേണ്ടതായി വരും. ശാരീരിക അധ്വാനം വർദ്ധിക്കും. ദാമ്പത്യ സൗഖ്യം വർദ്ധിക്കും. പിതൃതുല്യർക്ക് ക്ലേശത്തിന് സാധ്യത. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കർക്കിടകക്കൂറിൻ്റെ ഫലങ്ങളാണ്. പുണർദം അവസാന പാദം, പൂയം, ആയില്യം എന്നിവയാണ് കർക്കിടകക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ കുജനും ശത്രുസ്ഥാനത്ത് ബുധനും രവിയും അഷ്ടമത്തിൽ ശനിയും ശുക്രനും ലാഭസ്ഥാനത്ത് വ്യാഴവും സഞ്ചരിക്കുന്ന സമയമാണ്. മനോദുഃഖവും രക്തജന്യമായ രോഗങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാര്യവിജയം ഉണ്ടാകും. ശത്രുക്കളുമായി രമ്യതയിലെത്തും. ധനലാഭം ഉണ്ടാകും. അഗ്നി, ആയുധം എന്നിവ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. സന്താന ഗുണം ഉണ്ടാവും. ബന്ധുഗുണം കുറയും. ആഭരണ ലാഭം ഉണ്ടാകും. ദാമ്പത്യ കലഹത്തിന് സാധ്യത. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ചിങ്ങക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകം, പൂരം, ഉത്രം, ആദ്യപാദം എന്നിവയാണ് ചിങ്ങക്കൂറിലുള്ളത്. ഇവർക്ക് പുത്രസ്ഥാനത്ത് ബുധനും രവിയും കളത്രസ്ഥാനത്ത് ശനിയും ശുക്രനും കർമ്മസ്ഥാനത്ത് വ്യാഴവും വ്യയസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. മനസ്സുഖം കുറയും. ആലോചന കൂടാതെ അവിവേകം പ്രവർത്തിക്കരുത്. കുടുംബകലഹത്തിന് സാധ്യതയുണ്ട്. ദാമ്പത്യ സൗഖ്യം കുറയും. സ്ത്രീകൾ നിമിത്തം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. കർമ്മഗുണം കുറയും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കന്നിക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്തരം മുക്കാൽ, അത്തം, ചിത്തിര ആദ്യത്തെ പകുതി എന്നിവയാണ് കന്നിക്കൂറിലുള്ളത്. ഇവർക്ക് സുഖസ്ഥാനത്ത് ബുധനും രവിയും ശത്രുസ്ഥാനത്ത് ശനിയും ശുക്രനും ഭാഗ്യസ്ഥാനത്ത് വ്യാഴവും ലാഭസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. സ്ത്രീ പുരുഷ സുഖാനുഭവങ്ങൾ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. ബന്ധുഗുണം പ്രതീക്ഷിക്കാം. ശത്രുക്കളുടെ ഉപദ്രവം വർദ്ധിക്കും. കാര്യവിജയം ഉണ്ടാകും. ധനസ്ഥിതി മെച്ചപ്പെടും. സ്വന്തം പ്രയത്നത്താൽ പ്രതിബന്ധങ്ങളെ ഒഴിവാക്കാൻ സാധിക്കും. സ്വർണം, ഭൂമി തുടങ്ങിയവ അധീനത്തിൽ വന്നുചേരാൻ ഇടയുണ്ട്. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ഗണപതി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് തുലാക്കൂറിൻ്റെ ഫലങ്ങളാണ്. ചിത്തിര അവസാനത്തെ പകുതി, ചോതി, വിശാഖം മുക്കാൽ എന്നിവയാണ് തുലാക്കൂറിലുള്ളത്. ഇവർക്ക് സഹോദരസ്ഥാനത്ത് ബുധനും രവിയും പുത്രസ്ഥാനത്ത് ശനിയും ശുക്രനും അഷ്ടമത്തിൽ വ്യാഴവും കർമ്മസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. ഗൃഹവാഹനാദി സൗഖ്യമുണ്ടാകും. ആരോഗ്യനില മെച്ചപ്പെടും. സഹോദര തുല്യരുമായി കലഹത്തിൽ ഏർപ്പെടേണ്ടതായി വരും. ധനസ്ഥിതി മെച്ചപ്പെടും. സന്താനലാഭം ഉണ്ടാകും. ദൈവാധീനം കുറയും. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് വൃശ്ചികക്കൂറിൻ്റെ ഫലങ്ങളാണ്.
വിശാഖം അവസാന പാദം, അനിഴം തൃക്കേട്ട എന്നിവയാണ് വൃശ്ചികക്കൂറിലുള്ളത്. ഇവർക്ക് ധനസ്ഥാനത്ത് ബുധനും രവിയും, സുഖസ്ഥാനത്ത് ശനിയും ശുക്രനും, കളത്രസ്ഥാനത്ത് വ്യാഴവും, ഭാഗ്യസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. ശരീരത്തിന് ബലക്കുറവ് അനുഭവപ്പെടും, ധനസ്ഥിതി മെച്ചപ്പെടും, നയനരോഗങ്ങൾക്ക് സാധ്യത കാണുന്നു. വഞ്ചനയിൽ അകപ്പെടാതെ ശ്രദ്ധിക്കുക. വാഹന ശയന സുഖമുണ്ടാകും. കലഹപ്രവണത ഒഴിവാക്കുക. കാര്യസിദ്ധിയും ബുദ്ധിവർദ്ധനവും ഉണ്ടാകും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതിയും ശാസ്താപ്രീതിയും ഭദ്രകാളിപ്രീതിയും വരുത്തുക. അടുത്തത് ധനുക്കൂറിൻ്റെ ഫലങ്ങളാണ്. മൂലം, പൂരാടം, ഉത്രാടം, ആദ്യപാദം എന്നിവയാണ് ധനുക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ രവിയും ബുധനും, സഹോദരസ്ഥാനത്ത് ശുക്രനും ശനിയും, ശത്രുസ്ഥാനത്ത് വ്യാഴവും, അഷ്ടമത്തിൽ കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. സഞ്ചാരക്ലേശം ഉണ്ടാകും, ശരീരഗുണം കുറയും, ബന്ധുഗുണം കുറയും, ധനസ്ഥിതി മെച്ചമായിരിക്കുകയില്ല, ശത്രുശല്യം കുറയും, വസ്ത്രാഭരണ ലാഭം ഉണ്ടാകും, സഹോദരങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും, കാര്യസിദ്ധി ഉണ്ടാകും, അനുഭവഗുണം കുറയും, വ്രണങ്ങൾ, മുറിവുകൾ, വീഴ്ച എന്നിവ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, മഹാവിഷ്ണു പ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മകരക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്രാടം മുക്കാൽ, തിരുവോണം, അവിട്ടം ആദ്യത്തെ പകുതി എന്നിവയാണ് മകരക്കൂറിലുള്ളത്. ഇവർക്ക് ധനസ്ഥാനത്ത് ശനിയും ശുക്രനും, പുത്രസ്ഥാനത്ത് വ്യാഴവും, കളത്രസ്ഥാനത്ത് കുജനും, വ്യയസ്ഥാനത്ത് ബുധനും രവിയും സഞ്ചരിക്കുന്ന സമയമാണ്. സ്ത്രീകൾ നിമിത്തം ധനം ലഭിക്കാൻ സാധ്യതയുണ്ട്. വാക്കുകൾ മധുരതരമാകും. വിവാഹാർത്ഥികൾക്ക് ഉചിതമായ ബന്ധങ്ങൾ വന്നു ചേരാൻ യോഗമുണ്ട്. ദുസ്സാഹസങ്ങൾക്ക് ഒരുമ്പെടരുത്. രോഗങ്ങൾക്ക് സാവധാനം മാത്രമേ ശമനമുണ്ടാകൂ. രോഗങ്ങൾ നിമിത്തം ധനച്ചെലവിന് സാധ്യത കാണുന്നു. തൊഴിൽ തടസ്സം ഉണ്ടാകും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, ശ്രീകൃഷ്ണപ്രീതി, ഭദ്രകാളിപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കുംഭക്കൂറിൻ്റെ ഫലങ്ങളാണ്. അവിട്ടം അവസാന പകുതി, ചതയം, പൂരിട്ടാതി മുക്കാൽ എന്നിവയാണ് കുംഭക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ ശനിയും ശുക്രനും, സുഖസ്ഥാനത്ത് വ്യാഴവും, ശത്രുസ്ഥാനത്ത് കുജനും, ലാഭസ്ഥാനത്ത് ബുധനും രവിയും സഞ്ചരിക്കുന്ന സമയമാണ്. ശയന സുഖാനുഭവങ്ങൾക്കും മൃഷ്ടാന്ന ലാഭത്തിനും സാധ്യതയുണ്ട്. ബന്ധുക്കളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടതായി വരും. കുടുംബസുഖം വർദ്ധിക്കും, അനുഭവഗുണം വർദ്ധിക്കും, രോഗത്തിന് ശമനം ഉണ്ടാകും, കർമ്മപുരോഗതി ദൃശ്യമായി തുടങ്ങും. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മീനക്കൂറിൻ്റെ ഫലങ്ങളാണ്. പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി എന്നിവയാണ് മീനക്കൂറിലുള്ളത്. ഇവർക്ക് സഹോദരസ്ഥാനത്ത് വ്യാഴം, പുത്രസ്ഥാനത്ത് കുജൻ, കർമ്മസ്ഥാനത്ത് ബുധനും രവിയും, വ്യയസ്ഥാനത്ത് ശനിയും ശുക്രനും സഞ്ചരിക്കുന്ന സമയമാണ്. ഇഷ്ടജനങ്ങളുടെ വേർപാട് ഉണ്ടാകും. ശൂലരോഗങ്ങൾ, മനോവിഷമങ്ങൾ എന്നിവ വർദ്ധിക്കും. ശത്രുനാശം ഉണ്ടാകും. കുടുംബസൗഖ്യം ഉണ്ടാകും. അനുകൂലമായ സ്ഥാനമാനങ്ങൾ ലഭിക്കും. ദുഷ്ചെലവ് നിയന്ത്രിക്കണം. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക.